ഭരണം ഇന്ത്യ വിട്ടുപോയിട്ട് 7 പതിറ്റാണ്ടുകൾ പിന്നിട്ടു. എന്നാൽ ചരിത്രത്തിന്റെ ഏടുകളിൽ ഇന്നും തീർപ്പാക്കാത്ത ചില കടമിടപാടുകൾ ബാക്കിയുണ്ടെങ്കിലോ? മധ്യപ്രദേശിലെ സഹോർ എന്ന ചെറിയ പട്ടണത്തിൽ നിന്ന് ഉയരുന്ന ഒരു അവകാശവാദം ഇപ്പോൾ ലോകശ്രദ്ധ നേടുകയാണ്. ഒരു നൂറ്റാണ്ട് മുമ്പ്, അതായത് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് നൽകിയ 35,000 രൂപ ഇപ്പോഴും തിരികെ ലഭിച്ചിട്ടില്ലെന്ന് ഒരു കുടുംബം വാദിക്കുന്നു. സംഭവം തുടങ്ങുന്നത് 1917-ലാണ്. ഒന്നാം ലോക മഹായുദ്ധം അതിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയം. യുദ്ധച്ചെലവുകൾ താങ്ങാനാവാതെ ബ്രിട്ടീഷ് സാമ്രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. ഇന്ത്യയിലെ പ്രാദേശിക സമ്പന്നരിൽ നിന്ന് അവർ സഹായം തേടി. സഹോറിലെ പ്രമുഖ വ്യാപാരിയായിരുന്ന സേത്ത് ജുമ്മാലാൽ റുത്തിയയെ ഭരണകൂടം സമീപിച്ചു. രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ അഭ്യർത്ഥന മാനിച്ച് അദ്ദേഹം 35,000 രൂപ ബ്രിട്ടീഷ് സർക്കാരിന് വായ്പയായി നൽകി. പകരം വായ്പ തിരിച്ചടയ്ക്കുമെന്ന് ഉറപ്പു നൽകുന്ന രേഖകളും പത്രങ്ങളും ലഭിച്ചു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അധികാര കൈമാറ്റത്തിനിടയിൽ ബ്രിട്ടീഷ് ഭരണകാലത്തെ പല സാമ്പത്തിക ഇടപാടുകളും ചരിത്രത്തിന്റെ പൊടിപടലങ്ങളിൽ മറഞ്ഞുപോയി. റുത്തിയ കുടുംബത്തിന്റെ ഈ വായ്പയും അത്തരത്തിൽ ഒന്നായിരുന്നു. ദശാബ്ദങ്ങളോളം ആരും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയില്ല. എന്നാൽ ഇപ്പോൾ സേത്ത് ജുമ്മാലാലിന്റെ ചെറുമകൻ വിവേക് തിരുത്തിയ ഈ പഴയ രേഖകൾ പുറത്തെടുത്തിരിക്കുകയാണ്. തന്റെ കുടുംബത്തിന്റെ ചരിത്രപരമായ ഈ അവകാശം തിരിച്ചു പിടിക്കാനുള്ള നിയമ പോരാട്ടത്തിന് അദ്ദേഹം ഒരുങ്ങിക്കഴിഞ്ഞു. സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ 1917 35,000 രൂപ ഇന്നത്തെ കാലത്ത് ഏകദേശം 1.85 കോടി രൂപയ്ക്ക് മുകളിലാണ്. ഇതിനോടൊപ്പം ഒരു നൂറ്റാണ്ടിലെ പലിശയും കാലത്തിന്റെ മൂല്യവർദ്ധനവും കൂടി ചേർത്താൽ ഈ തുക 100 കോടികൾ കടക്കുമെന്നാണ് കുടുംബം അവകാശപ്പെടുന്നത്. ഇതൊരു വലിയ അന്താരാഷ്ട്ര നിയമ തർക്കമായി മാറാനുള്ള സാധ്യതയുമുണ്ട്. ഇതൊരു വ്യക്തിഗത സാമ്പത്തിക തർക്കം മാത്രമല്ല, ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ രാജാക്കന്മാരും വ്യാപാരികളും നൽകിയ കോടിക്കണക്കിന് രൂപയുടെ വായ്പകളിലേക്കും നിക്ഷേപങ്ങളിലേക്കും ഇത് വിരൽ ചൂണ്ടുന്നു. ഈ കേസിൽ വിവേക് തിരുത്തിയ വിജയിച്ചാൽ സമാനമായ നിരവധി അവകാശവാദങ്ങൾ ഉയരാൻ ഇത് കാരണമായേക്കും. കൊളോണിയൽ ഭരണകൂടങ്ങൾ വരുത്തിയ കടബാധ്യതകൾക്ക് ഇന്നത്തെ ജനാധിപത്യ സർക്കാരുകൾ എത്രത്തോളം ബാധ്യസ്ഥരാണെന്ന വലിയൊരു രാഷ്ട്രീയ ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. ചരിത്രം ചിലപ്പോൾ അവസാനിക്കുന്നില്ല, അത് ശരിയായ സമയത്തിനായി കാത്തിരിക്കുകയാണ്. 100 വർഷം പഴക്കമുള്ള ഒരു കേസ് ഇപ്പോഴും ക്ലോസ് ചെയ്യപ്പെടാതെ ബാക്കി നിൽക്കുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ നിഴലുകൾ മാഞ്ഞുപോയെങ്കിലും അവർ നൽകിയ വാക്കുകൾ ഇന്നും ചോദ്യം ചെയ്യപ്പെടുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടൈഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യൂ.